ഇന്ന് ഉമ്മാനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ക്യാൻറ്റീനിൽ നിന്നാണ് ഞങ്ങൾ ചായ കുടിക്കുന്നത്. ഞാനൊരു പൂരി മസാലയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു ദോശ പറഞ്ഞു, ഇമ്മ ഒരു വടിയും കഴിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഞങ്ങളവിടെ ഒരു 8:30 ഇപ്പോഴേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ സാധാരണ 10 മണിക്കാണ് വരല്. ഇന്ന് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, ഒരു 9:30ക്ക് വന്നു. പക്ഷേ ഒരു പേഷ്യൻറ്റിനെ മാത്രം നോക്കിയിട്ട് ഡോക്ടർ പോയിട്ട് പിന്നെ ഡോക്ടർ വന്നത് 11 മണിക്കാണ് കേട്ടോ. ഞങ്ങളെ ടോക്കൺ ടൈം ആയപ്പോഴാണ് ഇമ്മ ഇവിടെ വന്നിരുന്നത് കേട്ടോ. ഇമ്മക്ക് കാല് തൂക്കിടാൻ പറ്റൂല, കാല് ഭയങ്കര വേദനയാണ് കേട്ടോ. ഷുഗർ കൂടുതലാണ്, അതുകൊണ്ടാണ് കാല് വേദന അധികമായത്. ഇമ്മക്ക് ഷുഗർ മാത്രമല്ല കേട്ടോ, ഷുഗറും തൈറോയിഡും കിഡ്നിക്കും ലിവറിനൊക്കെ ചെറുതായിട്ടുള്ള കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഉമ്മാക്ക്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉമ്മാക്ക് നല്ലോണം ഉണ്ട് കേട്ടോ. സാധാരണ ഉമ്മാനെ കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങൾ ആംബുലൻസ് വിളിച്ചിട്ടാണ് കൊണ്ടുപോകല്. കാരണം എന്താ വെച്ചാൽ ഉമ്മാക്ക് കടന്നു പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇന്ന് ഈ ആംബുലൻസിന് ഡ്രൈവർ ഇല്ലാന്നിട്ട് ഇപ്പാൻ്റെ ഓട്ടോയിലാണ് പോകുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. നടുവൊക്കെ ഒരു വിധായിരുന്നു കേട്ടോ, ഇമ്മാക്ക് മാത്രമല്ല എല്ലാവർക്കും. അങ്ങനെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ കുറേ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. ക്രിയാറ്റിൻ്റെ അളവ് കൂടുതലാണ്, അതൊക്കെ ശ്രദ്ധിക്കാൻ പറഞ്ഞു. ഫുഡ് കുറക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ പറഞ്ഞു ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കണ്ട, പുറത്തുനിന്ന് കഴിക്കാറുണ്ടോ, ഏതെങ്കിലും ഹോട്ടൽ ഉണ്ടെങ്കിൽ നോക്കിക്കോന്നും പറഞ്ഞു ഞാൻ. പിന്നെ രാവിലെ ആ പൂരി കഴിച്ചായിരുന്നു കേട്ടോ. പിന്നെ 1 മണി 1:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. വിശന്ന് ഒരു വിധമായിരുന്നു കേട്ടോ. ഇപ്പം ഈ കാറൊക്കെ കൂടി കിടക്കണപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കല്യാണം ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അപ്പനോട് പറഞ്ഞു ഇവിടെ എവിടെയെങ്കിലും കല്യാണം ഉണ്ട്, നമുക്ക് കയറിയിട്ട് ചോറൊക്കെ തിന്നിട്ട് പോവാ പറഞ്ഞു. അപ്പം ഇപ്പം പറഞ്ഞു ഇത് കല്യാണം ഒന്നുമില്ലടി, ഇത് ഈ മൃഗങ്ങളൊക്കെ കാണൂല ആ സ്ഥലമാണ്. അപ്പൊക്കെ മനസ്സിലായി സൂ ആണ് എന്നുള്ളത്. അപ്പം ആൾക്കാർ കാണാൻ വേണ്ടി വന്നിട്ട് കാറ് നിർത്തിയിട്ടതാണെന്ന് ഇപ്പം പറഞ്ഞു കേട്ടോ. അങ്ങനെ ഒരുപാട് പോകുന്നതിന് ശേഷം ഞങ്ങളൊരു ഹോട്ടൽ കണ്ട് ഞങ്ങൾ കയറി. ഞങ്ങളാണ് കേട്ടോ ഫസ്റ്റത്തെ ആൾക്കാർ അന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പം ഓരോ ചോറും പറഞ്ഞു. ഞാൻ ചട്ടിച്ചോറും പറഞ്ഞിട്ടോ. ഞാൻ ആദ്യമായിട്ടാട്ടോ ചട്ടിച്ചോറ് തിന്നണത്. ചട്ടിച്ചോറ് എന്താവും, എങ്ങനെ ആവും, എന്തൊക്കെ ഉണ്ടാവും എന്നുള്ള എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക്. ചട്ടിച്ചോറ് എന്തൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള ഓരോരോ ചിന്തകളൊക്കെ ഇരുന്ന് എൻ്റെ മനസ്സിൽ കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഞാനത് വാങ്ങിയത്. വാങ്ങി നോക്കുമ്പോൾ എൻ്റെ പൊന്നെ, എന്നെ കൊണ്ട് പറ്റും. ഞാൻ കണ്ടേക്കന്നെ എൻ്റെ വയറാണ് നിറഞ്ഞു. എന്നെ കൊണ്ട് ഇതൊക്കെ കൂട്ടിയാൽ കൂടൂല എന്നൊക്കെ അപ്പം തന്നെ മനസ്സിലായി. പിന്നെ കൊള്ളണില്ല. പിന്നെ ഞാൻ ബാക്കി ഇട്ടിട്ടോ. എങ്ങനെയൊക്കെ ബാക്കി കുറച്ച് എന്തൊക്കെയാ അമ്മക്കൊക്കെ കൊടുത്തേക്ക് പറ്റണില്ല. അങ്ങനെ പോകുന്ന സമയത്ത് മുടിയൊക്കെ പാറിയിട്ടൊക്കെ ദേഷ്യം വരലെടുത്തു. അപ്പം ഞാൻ ആകെ കൂടെ എന്താണ് കൂട്ടിക്കെട്ടി. വരുന്ന സമയത്ത് ഞങ്ങൾ ഈ ഒരു സാധനം പറിച്ചിട്ടാട്ടോ പോകുന്നത്. ഇതെന്തിനാണെന്നുള്ളത് നിങ്ങൾ പറയാൻ പറ്റും, ഇതെന്താ സാധനം എന്നുള്ളത് പറയാൻ പറ്റും. അറിയുന്നവർ കമൻറ്റ് ചെയ്യട്ടോ. ഇത് നല്ലൊരു ഔഷധമാണെന്ന് മാത്രം ഞാൻ പറഞ്ഞുതരാം. ബാക്കി പിന്നെ